മലർവാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സുരാട്ടൻ വന്നിട്ട് മറ്റേ സുരാട്ടൻ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആട് ചൂറൻ കണ്ടൊരു ട്രോള് വന്നല്ലോ, നമ്മുടെ ലോലിന് ആളാകെ മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിലൂടെ കണ്ട കുറേ കാര്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കഥയാണ് യഥാർത്ഥത്തിൽ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് മഹാരാജയിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ്. വെൽക്കം ടു മലർവാടി വിനീതേട്ടൻ പറയുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആടുത്തിരി ഉണ്ട്, ഉടനെ ഉണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജനുവരിയിലെ ഓഫ് റോഡ് എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ അതിനെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സംവിധായകൻ ഷാജി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സിനിമകളുടെ സുപരിചിതനായിട്ടുള്ള ഹരികൃഷ്ണൻ ഉണ്ട്. സോ രണ്ടുപേർക്കും ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വലിയൊരു ജേണിയാണല്ലോ. ഒരു സ്ഥലത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മൾ പ്രേക്ഷകനല്ല, നമ്മൾ സിനിമയിൽ ഉള്ളിൽ നിൽക്കുന്ന ആളാണല്ലോ. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ അൺലേൺ ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു? ഈ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജേണിയാണല്ലോ. കാരണം എനിക്ക് തോന്നണില്ല തീരും എന്ന് തോന്നുന്നില്ല പഠിത്തം. പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ, ലൈഫിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പോണു. പിന്നെ നമ്മുടെ ഒരു പാഷൻ, അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളും അങ്ങനെ. ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് മീഡിയയിലുള്ള ആളുകൂടെയാണല്ലോ. സിനിമ എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? ഒന്നുമില്ല, കുറച്ച് അധ്വാനം കുറച്ച് കൂടുതലാണ്, ഉത്തരവാദിത്വം കൂടുതലാണ്. മറ്റേ അത്രയും റിസ്ക് ഇല്ലായിരുന്നു. ബാഡ് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു അവിടെ കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇതെന്ന് പറയുമ്പം ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ പറയും ഓടണം. ഇത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഫിലിം. നിങ്ങൾക്ക് സുഖമല്ലേ അങ്ങനെ ഇറങ്ങി നിന്ന്. കാരണം ആക്ടിങ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അത്യാവശ്യം നല്ല പണി തന്നെ എടുക്കണം, രണ്ട് പറ്റൂല. ഈ ശരിക്കും സിനിമ, ഈ ആദ്യ സിനിമ എന്ന് പറയുമ്പോഴും ഈ ആൽബം അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണ ആൾക്ക് കുറച്ചുകൂടെ ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സബ്ജക്റ്റ് ആണല്ലോ, കുറച്ചുകൂടെ ഫ്രണ്ട്ലി എന്ന് എല്ലാവരും പറയാ. ഇത് കുറച്ചുകൂടെ പേര് പോലെ തന്നെ ഓഫർ കുറച്ച് റഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, കുറച്ച് റൂട്ടഡ് ആണ്. എന്താ ഈ കഥ ശരിക്കും എങ്ങനെ അതിന്റെ ഒരു മോഡലിംഗ് സ്റ്റേജിലേക്കൊക്കെ? അല്ല, ഇതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ജീവിതത്തിലൂടെ കണ്ട കുറേ കാര്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കഥയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഒരു രണ്ട് ലെയറായിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഒന്ന്, ഒരു ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ ഒരു പ്രണയവും അതിൻ്റെ പേരിൽ പുള്ളിക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഒരു ലെയറായിട്ട് പോകുന്നത്. മറ്റൊരു ലെയർ എന്ന് വെച്ചാൽ ഒരു ഫാദറിൻ്റെ ജീവിതത്തിൽ, ഒരു പള്ളിയിലച്ഛൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടനും കൂട്ടുകാരും കൂടി പോകുന്നു. ഈ രണ്ട് ടീമും ഒരു ഓഫ് റോഡിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ചാനലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ചാനലിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നിട്ട് കുറച്ച് കാര്യങ്ങളും നമ്മളതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റി. കുറേ അച്ഛന്മാരായിട്ട് ഇടപെട്ടതുകൊണ്ട് അവരുടെ ജീവിതമുള്ള കുറേ കാര്യം, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഇത് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു കഥയുണ്ടായി. അതാണ്, അല്ലാതെ നമ്മൾ ഭയങ്കരമായ ഭാവനയിലുണ്ടാക്കിയ ജീവിതത്തിൽ മാന്തിയെടുത്ത കഥകളാണ്. ഇതിൽ പോലീസാണ്, എങ്ങനെയുണ്ടായിരുന്നു പോലീസായിട്ട്? ഇതിപ്പോ എന്റെ മൂന്നാമത്തെ പോലീസ്. വേറെ അഞ്ചാമത് ഫസ്റ്റ് ആദ്യത്തെ പോലീസ്. പിന്നെ അത് കഴിഞ്ഞ് തട്ടാശ്ശേരി കൂട്ടത്തില് ചെറിയൊരു ഗസ്റ്റ് റോൾ പോലത്തെ ഒരു പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ രണ്ട് പോലീസ് മൂവി കൂടി ചെയ്തു. അതിലിപ്പോ ഒന്ന് ഇത് ഓഫ് റോഡ്, പിന്നെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങാൻ പോകും. സ്ഥിരം പോലീസ് അതിനകത്ത് എങ്ങനെ അതൊരു അഞ്ചാമതിന കുറച്ചുകൂടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടോണ്ട് ഒരു പ്രത്യേകിച്ച് ഈ പര്യടന ലുക്കില് കറക്റ്റ് ജോലിക്ക് ഇപ്പൊ ഇന്നലെ ജോലിക്ക് കയറിയ പോലീസുകാരന്റെ ലുക്ക് ഭയങ്കരമായിട്ട് വരുമല്ലോ. അതാണ് ഇതിനകത്തും റിലേറ്റീവ്ലി പുതിയ പോലീസുകാരനാണോ? അതൊരു യങ്, ഏകദേശം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഒരു കഥയാണ്. അപ്പം അതെ, അടുത്ത് കിട്ടിയ ആളാണ്. ഈ പലർക്കും ഇപ്പൊ കാര്യമായിട്ട് ഫസ്റ്റ് ഞാൻ ഒബ്വിയസ്ലി ശ്രദ്ധിക്കണം മലർവാടിയിലാണ്. അപ്പം ഈ മലർവാടിനെ പറ്റി പലർക്കും പല കഥകളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ അജേട്ടന്റെ കഥയൊക്കെയാണ് ഏറ്റവും അടിപൊളി. കാരണം ആ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ അച്ഛനമ്മേനെ കൊണ്ടുപോയി ഇങ്ങനെ ഈ ഫസ്റ്റ് LKG-യിലൊക്കെ കൊണ്ട് ഏൽപ്പിക്കണ പോലെ ആയിരുന്നു. അജുവേട്ടനൊന്ന് മുമ്പ് പുള്ളി പറഞ്ഞ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് വിനീതേട്ടൻ. അരിയണ്ണ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം മലർവാടിയുടെ സെറ്റ്? എൻ്റെ ആക്ച്വലി ഞാൻ
സിനിമയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് മഹാരാജയിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ള ഒരു പരിപാടികളായിരുന്നു. ഇതിന്റെ ഓഡീഷന് പോയത് അതുപോലെ കിട്ടി പോയ ചട്ടി എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഓഡീഷൻ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ സെലക്ട് ആയി. പിന്നെ ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് പൊതുവെ ഇപ്പം ബീച്ചിൽ വിളിച്ചിട്ടാണ് വെൽക്കം ടു മലർവാടി വിനീതേട്ടൻ പറയുന്നത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നു എന്ന് പറയാം. ഈ ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് ഒക്കെ തരുമല്ലോ. ഇപ്പം ഈ മിക്ക ഈ ബെഞ്ച് മാർക്ക് സിനിമകളിലൊക്കെ ഭാഗമാണല്ലോ. ആട് സീരീസ് 2018, അഞ്ചാം പാതിര അതൊക്കെ പറയുമ്പോ അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി? ഈ പറഞ്ഞ പോലെ ഈ ബെഞ്ച് മാർക്ക് മൂവീസ് എന്ന് പറഞ്ഞ പോലെ അതെല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ അറിയാവുന്ന ആളുകളാണ്. ഇപ്പൊ വിനീതേട്ടൻ, മിഥുൻ, ജൂഡ്, ഇവരെല്ലാം നേരത്തെ തൊട്ട് വിനീതേട്ടൻ ഫസ്റ്റ് മൂവി തൊട്ട്, ബാക്കിയുള്ളവരൊക്കെ പതുക്കെ ഓരോ മൂവീസിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പൊ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കംഫർട്ട് സോണാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രീഡം ആണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഇപ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കുറെ കിട്ടിയൊരു കഥയാണെന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാ ഈ സുഹൃത്തുക്കൾ ഒക്കെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? പിന്നെ ഒരുപാട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ സുഹൃത്തുക്കൾ കടന്നു വരും. നമുക്ക് അവിടുന്ന് ടേണിംഗ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് നമ്മളൊരു പാട്ട് എഴുതുന്നതും ആദ്യമായിട്ട് ആൽബം ചെയ്യുന്നതും ആദ്യമായിട്ട് ഡോക്യുമെൻ്ററി ചെയ്യുന്നതും എല്ലാം ഈ ഫ്രണ്ട്സിൻ്റെ മുഖേന കിട്ടി. ഇപ്പോൾ ഈ സിനിമ പോലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൂട്ടം ഫ്രണ്ട്സാണ്. നമ്മളൊരു പ്രൊഡ്യൂസറല്ല, കുറച്ച് പേര് സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മറ്റേ അതിലൊരു ഫാദറുണ്ട്, ഒരു ഡോക്ടറുണ്ട്, പിന്നെ ആസ്ട്രേലിയയിൽ ബെന്നി പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഇങ്ങനെ പല കൂട്ടുകാരും ജീവിതത്തിൽ പരിചയപ്പെട്ട പല കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ സിനിമ പോലും പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യമായിട്ട് പാട്ട് എഴുതാൻ കിട്ടുന്നത്. ഒരു സുഹൃത്ത് ധൈര്യപൂർവ്വം എന്നെ കൊണ്ട് എഴുതിച്ച് കാസ്റ്റ് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും അതെ, നമ്മൾ സുഹൃത്തുക്കളില്ലെങ്കിൽ നമ്മളില്ല. പക്ഷെ അതാണ്, അല്ലാണ്ട് നമ്മൾ ജന്മന അല്ലെങ്കിൽ നമ്മളൊരു പാരമ്പര്യമായിട്ട് കലാകാരന്മാരോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് വന്നതല്ല. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആ സമയത്തൊക്കെ ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായി, ശരിക്കും ഫാമിലിയിലെ ഫസ്റ്റ് സിനിമക്കാരനാണുള്ളത്. അപ്പോഴും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺസ്ട്രെയിൻ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ. കാരണം ഈ ഫൈനാൻഷ്യലി നമ്മൾ മെയിൻറ്റൈൻഡ് ആയിരിക്കുക ഒരു സൈഡില്, നമുക്ക് നല്ല റോളുകൾ കിട്ടുക ഒരു സൈഡില്. ഇവന്തോ നല്ല റോള് കിട്ടിയാലും ഫൈനാൻഷ്യലി നമ്മൾ അത്ര സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. ഈ സിനിമയിൽ വന്നിട്ട് ഫൈനാൻഷ്യൽ ആസ്പെക്ട് ഒക്കെ എപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടോ? എങ്ങനെയാ അതിന്റെ ഒരു സെക്യൂരിറ്റി? കൂടുതൽ ചിന്തിക്കാൻ പോയിട്ടില്ല. കാരണം കൂടുതൽ ചിന്തിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന സാധനം ഒരു അഡിക്ഷനാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ആ ഒരു അഡിക്ഷൻ ഉള്ള ആൾക്ക് അത് കണക്റ്റ് ആവും. പുറത്തുനിന്നുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. അപ്പം കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ചിന്തിക്കാൻ പോയിട്ടില്ല. കാരണം ഓവറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വെറുതെ അപ്പൊ വീട്ടിലെങ്ങനെയായിരുന്നു ആ സമയത്ത്? അപ്പൊ ഈ മഹാരാജാസ് ടൈമിലൊക്കെ വീട്ടിൽ അന്നും ടെൻഷനാണ്. സിനിമ എന്ന് പറഞ്ഞ നടക്കണ്ട എന്താവുമോ ചേട്ടനുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കൺസേൺ വീട്ടിലൊക്കെ അങ്ങനെ പറയുമ്പോ? ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ സപ്പോർട്ടുണ്ട് കേട്ടോ, സപ്പോർട്ടില്ലാന്ന് പറയാം. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമ്മള് അത് ഇവർക്കൊക്കെ ഒബ്വിയസ്ലി ഇവർക്ക് എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും. നമ്മൾ സിനിമ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാമിലി എത്രമാത്രം ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നത് ഇവർക്കൊക്കെ അറിയാം. എല്ലാവരും ഒരു ഷൂട്ടിന് സമയത്ത് എല്ലാം ഫുൾ ഉണ്ടായിരുന്നു അവിടെ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത് വേറെ തന്നെ ഒരു ഇപ്പൊ ഫ്ലേവറുകൾ നമ്മൾ ട്രെയിലറിൽ കണ്ടല്ലോ, പല ആക്ടേഴ്സിനും പല ഷെയ്ഡ് കൊടുക്കുക. അപ്പൊ കാസ്റ്റിങ്ങിലൊക്കെ ആദ്യമേ ഒരു ചോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ? ഇല്ല, ആദ്യം ഒരു കഥയുണ്ടായിരുന്നു. നമ്മൾ കഥയ്ക്ക് ശേഷം നമുക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒരു 2-3 ഓപ്ഷൻ വയ്ക്കും. അപ്പോൾ അതിനകത്ത് ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി വെച്ചില്ല, അടുത്ത ആളെ നമ്മൾ നോക്കാം. അങ്ങനെ കിട്ടിയവരാ ഇവരൊക്കെ, അങ്ങനെ കിട്ടിയവരാണ്. ഇന്ന് നിങ്ങൾക്കും ഒരാളുണ്ടായിരുന്നു. അത് പിന്നെ പുള്ളിയുടെ ഡേറ്റ് ഇത്തിരി നീട്ടി പറഞ്ഞപ്പോൾ പറ്റില്ല,
അപ്പോൾ പിന്നെയാണ് നമ്മൾ തിരഞ്ഞെറിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു മുഖം പക്കയാണെന്ന് പറഞ്ഞത്. അവിടെ മാർക്ക് അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അല്ല ഈ വേറെ കാര്യം ഞാൻ പറയാം, നമ്മൾ തിരഞ്ഞെടുപ്പ് തെറ്റായിരുന്നില്ല എന്ന് നമ്മൾ ഇവരൊക്കെ നമ്മൾ തെളിയിച്ചിരുന്നു കേട്ടോ. സത്യം, അത് മുഖസ്തുതി ഒന്നല്ല, കറക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ ഇവർക്ക് ചിലപ്പം ആദ്യത്തെ ഒരു ഡയറക്ടറെ കൂടെ അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പനിച്ച് വരച്ചേക്കുന്ന സമയത്ത് ചോദിച്ചു ഇന്ന് എടുക്കണമെന്ന് വെച്ചപ്പോൾ ഇന്ന് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട സീനൊക്കെ അല്ലേ. തീരെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ എന്താ പറയുക അവിടെ നിന്ന് ഇരുന്ന് ശരി ആ സീനിൽ കുറച്ചുകൂടി ഊർജ്ജം വേണ്ടത്. പക്ഷേ അന്ന് ആ ദിവസം അത് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾ നമുക്ക് കിട്ടൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തന്നെ ചെയ്തു. കാരണം ചെറിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ കുറേ ഇവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല ശരിക്കും ഡയറക്ടറൊക്കെ സംസാരിക്കണേക്കുമ്പോഴേ ഭയങ്കര പാവം ഒരു ഫീല് നമുക്ക് ഭയങ്കര ഹോംലി ഫീല് തരുന്ന ഒരാളാ. സെറ്റിൽ ടേക്കുകളുടെ ഇടയിൽ ഹോംലി ഫീല് തരാറുണ്ടോ? ഇതുപോലെ തന്നെ അവിടെ നമ്മുടെ ഫ്രീഡവും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അല്ല പിന്നെ ഒരുപാട് എന്നേക്കാൾ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. അപ്പോൾ അവരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കും. പിന്നെ നമുക്ക് പറ്റുന്ന എടുക്കണം, നമുക്ക് പറ്റുന്ന അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ ആയിരുന്നു നമ്മുടെ സിനിമ ശരിക്കും. അത് ഓരോ ഘട്ടത്തിലും കാരണം പ്രീ പ്രൊഡക്ഷൻ വർക്ക് മുതൽ എന്നിട്ട് സംഗീകരിക്കുന്നത് സുഭാഷ് മോഹൻ രാജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറേ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളിക്ക് പോലും ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്ത് അവിടെ തൊട്ടേ നമ്മൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായി. എന്ന് വെച്ച് സിനിമേൻ്റെ നമ്മൾ ഉദ്ദേശിച്ചൊരു സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് അത്, അല്ലാതെ സമ്മതിക്കില്ല. ഈ പൊതുവെ ഷൂട്ട് സിനിമ തുടങ്ങണതിന്റെ ഇപ്പൊ എന്റെ ആദ്യത്തെ ഷോട്ടൊക്കെ എടുക്കണതിന് മുമ്പൊക്കെ ഈ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയായിരിക്കും ഏത് പുതിയ തുടങ്ങുന്ന മൂവി ആണെങ്കിലും ഇപ്പൊ ആദ്യം ഫസ്റ്റ് ഷോട്ടും കാര്യങ്ങളും വെക്കുമ്പോഴത്തേക്കും ക്യാമറ നിൽക്കുമ്പോഴത്തേക്കും ടെൻഷൻ ആദ്യത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് മൂവി പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ മലർവാടിയിലെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? മലർവാടിയില് ഫസ്റ്റ് ഞങ്ങളൊരു ചായക്കടയില് ഞാനൊരു TV റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗത് മാനുവൽ പുരുഷു കയറി വന്നിട്ട് ഗീതുവിനെ കാണാൻ പോയി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ് ആദ്യം എടുത്ത സീൻ. സിംഗിൾ ടേക്ക് ആയിരുന്നു. സിംഗിൾ ടേക്ക്. ഇത് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു 10 ദിവസത്തെ വർക്ക്ഷോപ്പ് കാര്യം. അത്യാവശ്യം എല്ലാ സീൻസും നമ്മൾ പഠിച്ച് തറായിട്ടാണ് അവിടെ പോയി നിന്നത്. പിന്നെ അവിടുത്തെ ലൊക്കേഷനിലുള്ള പ്രോപ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങ് ബിഹേവ് ചെയ്താൽ മതിയായിരുന്നു. ശരിക്കും പറയാം മലർവാടിയൊക്കെ ഭയങ്കര ഐക്കോണിക് ആയിട്ട് നിൽക്കണം. ഇപ്പോഴും ഭയങ്കര ഐക്കോണിക് ആണല്ലോ. കാരണം ദിലീപ് ഏട്ടൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിനീത് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ഇത്ര ഹീറോസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയും. സ്ട്രൈറ്റ് കട്ട് വർഷങ്ങൾക്ക് ശേഷത്തിന് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും വന്നു. അപ്പോൾ ഈ റീകോളിംഗ് എങ്ങനെ ശരിക്കും ലൈഫിൽ ഒരു സർക്കിൾ പോലെ സംഭവിക്കാന്നൊക്കെ പറയുമല്ലോ. ഈ അതിനകത്ത് ഇപ്പം ഈ ഏറ്റവും അടിപൊളി സീൻ വർഷങ്ങൾക്ക് ശേഷത്തിന് നിവിനും ബേസിലും കൂടെയുള്ള കോമ്പിനേഷൻ സീക്വൻസാ. അതില് എങ്ങനെ നിങ്ങൾ ചിരിക്കാണ്ട് ആ ക്യാമറ പിടിച്ചോണ്ടിരുന്നപ്പോ? അല്ല ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ഫേസ് അധികം ഇല്ലാന്ന് തോന്നുന്നു. ചിരിയും കാര്യങ്ങളും വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പഞ്ച് സീൻസ് എല്ലാം അവര് തമ്മിലുള്ള മിഡ് ഷോട്ട് കാര്യങ്ങൾ നമ്മളില്ലല്ലോ. ആരും ചിരിക്കാൻ സമാധാനമായിട്ട്. ശരിക്കും അന്നത്തെ നിവിനും ഇന്നത്തെ നിവിനും നമുക്ക് ചിരി വരും ഓഫ് സ്ക്രീനിൽ സജഷൻ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ? നിവിൻ ഒരു രക്ഷയില്ല, നമ്മള് പെട്ടെന്ന് ചിരിച്ചു കളയും. മലർവാടി ഇപ്പോഴും ഓർക്കണ്ട, സുരാജേട്ടൻ വന്നിട്ട് മറ്റേ സുരാജേട്ടൻ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞു. ആ സാധനമൊക്കെ ചിരിച്ചിട്ട് ടേക്കുകൾ കുറെ പോയി. നീ പെട്ടെന്ന് ചിരിക്കും, ഭയങ്കരമായിട്ട് ചിരിക്കും. ശരി, ഇതിനകത്ത് അങ്ങനെ ചിരിച്ച് മറിഞ്ഞ സീക്വൻസ് എല്ലാം ചിരിച്ച്. കാരണം നിങ്ങൾ ഏകദേശം എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആ വൈബ് അങ്ങനെ. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു 1 വീക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. മൂന്നാറായിരുന്നു. അപ്പം ഹൈ റേഞ്ച് ക്ലബ്ബ് മൂന്നാർ, അവിടെ ആയിരുന്നു നമ്മുടെ ആ സീക്വൻസ് ഒക്കെ. അടിപൊളിയായിരുന്നു. ഒരാഴ്ച ഒരു ഫ്രണ്ട്സ് റീയൂണിയൻ പരിപാടി രസമായിരുന്നു. മറ്റ് സെറ്റുകൾ മുമ്പ് ആ ഒരു മറ്റേ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും. ഇങ്ങനെ ഇത് ഇപ്പൊ ഓഫ് റോഡിന്റെ സെറ്റിൽ വന്നാലും നിങ്ങൾ ഏകദേശം ഒക്കെ അന്ന് പരിചയപ്പെട്ട ആളുകളാണ്. മീൻസ് അവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആളുകളാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു കുറച്ച് എനിക്ക് തോന്നുന്നു
ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. സെറ്റായി. പിന്നെ ഞാൻ ഇയർഫോണിലൂടെ ഇങ്ങനെ കേൾക്കും ഇവര് പറയുന്ന തമാശകളൊക്കെ നമ്മളെ കുറ്റം പറയുന്നതൊക്കെ കേൾക്കും. ഇത് ലാസ്റ്റ് ദിവസമാണ് പുള്ളിക്ക് മനസ്സിലായത് ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഡയറക്ടർ വിചാരിക്കണല്ലോ. ശരിക്കും അരീന ഏതാ ശ്രദ്ധിക്കണ ഒരു വേഷം ശരിക്കും ഇപ്പൊ? ഇതില് അരീന ആദ്യമായിട്ട് ശ്രദ്ധിക്കണത് ശരിക്കും ഇതിലായിരുന്നു. അല്ല, ഹരിന ഈ പോലീസ് വേഷം എനിക്ക് ആപ്റ്റാന്ന് തോന്നിയത് 5-ാം പാതിരയിലെ അതാണ് ഞാൻ കണ്ടത്. പിന്നെ തട്ടാശ്ശേരിക്കുട്ടൻ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത്ര നമ്മൾ രജിസ്റ്റർ ആകുമായിരുന്നു. അത് ശരിക്കും ഞാൻ പറഞ്ഞു ഇത് മതി. നമ്മുടെ ഡിസൈനർ ടോം ആയിരുന്നു, പുള്ളിയോട് പറഞ്ഞു നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ, അത് നമ്മൾ കറക്റ്റായിരുന്നു. പിന്നെ ഈ ലോലൻ ആടില്ലേ, അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരു പോലീസ് വേഷമായിട്ട്. നമുക്ക് 5-ാം പാതി കാണുമ്പോഴേ നമുക്ക് അത് കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അത് ശരിയാട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെയാണ് ഭയങ്കര താടിയൊക്കെ വെച്ച് ഭയങ്കര ടൂവില് താടി വെച്ചിരിക്കും. ഫസ്റ്റില് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണല്ലോ. ഈ ആദ്യം കഥ പറയുമ്പോഴത്തേക്കും ഈ ലുക്ക് ഉണ്ടായിരുന്നു ഭയങ്കര നീയാണ് ഏറ്റവും ലോലൻ അതിനകത്തെ ഫസ്റ്റിന്റെ കഥ പറയുമ്പോഴും. ഇത് ആക്ച്വലി നമ്മൾ ഓം ശാന്തി വാശാന ടൈമിലാണ് ഞാൻ മിഥുനെ പരിചയപ്പെട്ടത്. ഓം ശാന്തിയുടെ കോ റൈറ്റർ ആയിരുന്നു മിഥുൻ. അപ്പൊ അന്ന് ഷോർട്ട് ഫിലിം പോലെ പ്ലാൻ ചെയ്തതാണ് ആട്. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ബിഗ് സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ ഓക്കെ എന്നുള്ള സാധനം. അപ്പം നമ്മള് റോണക്സ് ആയിരുന്നു മേക്കപ്പ് കാര്യങ്ങളൊക്കെ. ഈ ലോലഹൃദയം എന്നുള്ള സാധനം മേക്കപ്പ് കാര്യങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞ് എന്റെ സജഷൻ ആയിരുന്നു ആ പല്ല് എന്റെ ഐഡിയയിൽ കടിച്ചു പിടിക്കാതെ സാധനം. ഇത് കൊള്ളാലോ, അപ്പൊ അത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ജസ്റ്റ് അങ്ങ് പിടിച്ചു. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ എനിക്ക് തോന്നുന്നു ഒരു മാസം എടുത്തു ഞാനത് മാറ്റാൻ വേണ്ടി. കാരണം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അല്ല, അത് ഞാൻ ഇപ്പോഴും ആട് തൂവറം കഴിഞ്ഞിട്ടൊരു ട്രോള് വന്നല്ലോ നമ്മുടെ ലോലിന് ആളാകെ മാറിപ്പോയി. കൊറേ മീമുകളൊക്കെ അയച്ചിടാറുണ്ടോ കൂട്ടുകാര്? ആടുത്രി തുടങ്ങാൻ ആടുത്രി ഉണ്ട്, ഉടനെ ഉണ്ട്. പറഞ്ഞ പോലെ മാർച്ച് ഏപ്രിലാവും തോന്നുന്നു. ഈ ശരിക്കും ഈ ആൽബം സൈഡ് അല്ലെങ്കിൽ ആ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര സേഫർ സൈഡും കൂടെ ആണല്ലോ. ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചാനലില് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്ന ആള് ഡെയിലി നമ്മുടെ ലൈഫിന്റെ റൊട്ടീൻ ആണല്ലോ. ഓരോ ദിവസം ഒരു പ്രോഗ്രാം ചെയ്യാ. ശരിക്കും അത് ബ്രേക്ക് ചെയ്യാൻ വന്നിട്ട് സിനിമ ചെയ്യാന്നുള്ള ഒരു തീരുമാനം ശരിക്കും ഈ സിനിമ ചെയ്യാനുള്ള തീരുമാനം ശരിക്കും വരുന്നത് നമ്മൾ ഒരു ഫാദർ ഉണ്ട്, ഫാദർ തോമസ് കരിമ്പങ്കാരൻ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള. അദ്ദേഹം പറഞ്ഞു നീ ഒരു സിനിമ ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഓൾറെഡി സേഫാണ്, കാരണം അത്യാവശ്യം ആൽബങ്ങളൊക്കെ ഉണ്ട്, ഫിലിംസൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാലും നീ പറഞ്ഞ് ചെയ്യും, കാരണം ഞാൻ അവർക്ക് വേണ്ടി കോട്ടയം രൂപതൊക്കെ ചെറിയൊരു സിനിമ ചെയ്ത് കൊടുത്തായിരുന്നു. അത് തിയേറ്ററിൽ കാണിക്കാനല്ല, അവരുടെ ടെലിഫിലിം പോലെ. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് അച്ഛനോട് പറയുന്നുണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാൻ ധൈര്യമായിട്ടല്ല, ഈ പറഞ്ഞ മാതിരി ഇപ്പം അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു ചാനലിലേക്ക് സമയത്ത്. പിന്നെ ഈ ഒരു മാസം ഇങ്ങനെ ഒരു 4-5 ആൽബങ്ങളൊക്കെ ചുരുങ്ങി ചെയ്യാൻ വേണ്ടി കിട്ടും. കുടുംബം പോറ്റാനുള്ളതൊക്കെ ഉണ്ട്. സിനിമക്ക് പോയിട്ട് എനിക്ക് ഉള്ളത് മുഴുവൻ കടത്തില്ല എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ തന്ന ധൈര്യത്തിലാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ കൂട്ടുകാർ വന്നു, നമ്മളും കൂടെ നിൽക്കാം. ബെൻസ്രാജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, പുള്ളി മെയിൻ പ്രൊഡ്യൂസറായിട്ട് വന്നുകൊണ്ട് സംഭവം വന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു തെറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ചെറിയതുപോലൊക്കെ ചെയ്യാനുള്ള ധൈര്യം, അല്ലെങ്കിൽ എന്താ പറയാ ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. അല്ല, ചാനൽ ലൈഫ് എങ്ങനെ തുടങ്ങണം? അപ്പൊ അതിന് മുമ്പ് അത് ഞാൻ കുറച്ച് ആൽബങ്ങൾ ചെയ്തത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചാനൽ തന്നെ വിളിച്ചു, പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി വെച്ചിട്ട് വിളിച്ചു. ഈ ആൽബം ശരിക്കും തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതങ്ങനെ പോകുമ്പോൾ ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ എഴുതിയ പാട്ടുകൾ, ഞാൻ ഈ സീരിയലിനൊക്കെ പാട്ട് എഴുതായിരുന്നു. സുധാർമംഗളത്തിൻ്റെ ഒക്കെ സാറിൻ്റെ സീരിയലിനൊക്കെ ഞാൻ ആ പാട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇത് കാണാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നോട് ഒരുപാട് സജഷൻസ് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, സാറേ അത് ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊള്ളും. അല്ലാതെ ഞാൻ വലിയ ഡയറക്ടറാണെന്നുള്ള രീതിയിലൊന്നുമില്ല. അദ്ദേഹം എന്നാൽ പിന്നെ എന്നെ സ്റ്റീഫൻ എന്ന് വിളിക്കുക, സ്റ്റീഫൻ ജി കണ്ണൂർ സ്റ്റീഫൻ എന്ന് വിളിക്കുക. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയ ഇതിലൊക്കെ നമ്മുടെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കും, പുള്ളി അത് ഉൾക്കൊണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നീട്
ഞാൻ എഴുതിയ പാട്ടുകൾ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 സുഹൃത്തുക്കൾ വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമോ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ പിന്നെ അങ്ങനെ റൂട്ടിലായി. ഈ ആദ്യ സിനിമ ഇപ്പൊ ആദ്യ ഷോട്ടൊക്കെ എടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫസ്റ്റ് ആക്ഷൻ പറയുമ്പോഴത്തേക്കും സിനിമയ്ക്ക്? അയ്യോ, ആൽബത്തിന്റെ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ആക്ഷൻ കട്ടൊന്നും ഇല്ല. സിനിമ പോലെ റൂള് നമ്മളവിടെ എടുത്തിട്ടില്ല. ശരിക്കും നമ്മുടെ സുഹൃത്തുക്കളോട് ഒരു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ക്യാമറ പറയും. അപ്പോൾ ആ ചെയ്തോളാൻ വേണ്ടി പറയും. അപ്പോൾ ആക്ഷൻ കട്ടലും സിനിമയിൽ അല്ലെങ്കിൽ ഒന്ന് ആപ്പ് ഫിലിംസിനൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ആ രീതിയിലേക്ക് എടുത്തത്. മറ്റൊരു ഹോംലി ഫീലായിട്ട് നമ്മൾ കൂട്ടുകാരെ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അവിടെ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചെയ്തോളും. പുതിയ പിള്ളേരായിരിക്കും, കൂടുതലും പുതിയ പിള്ളേരൊക്കെ ആയിരിക്കും ആൽബത്തിൽ വരുന്നുണ്ടാവുക. അവരുടെ ആക്ഷനൊക്കെ പറഞ്ഞാൽ അവർ ഞെട്ടി പിന്നെ വിറക്കാൻ തുടങ്ങും. അവർക്ക് പലർക്കും ഈ പറഞ്ഞ ആദ്യത്തെ ഷോട്ട് വയ്ക്കുമ്പോഴുള്ള പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ട് വന്നോളൂ. ഡയറക്ടർ അഭിനയിച്ചടിക്കോ? അഭിനയിച്ചടിക്കാറുണ്ട്? അഭിനയിച്ച് കാണിച്ചിട്ടില്ല. പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നറേറ്റ് ചെയ്ത് തരും എന്താ വേണ്ടെന്നുള്ളത്. കറക്റ്റ് നമുക്കത് ഫീഡ് ചെയ്ത് തരും. അഭിനയിച്ചടിക്കുന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം ഒരു ലേണിംഗ് ആണല്ലോ. അഭിനയിച്ച് കാണിക്കുമ്പോ എങ്ങനെയായിരിക്കും അത് നമ്മൾ പ്രോസസ് ചെയ്യുക എന്നുള്ള എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു ഇല്ല, രണ്ടും ഏകദേശം എനിക്ക് സെയിം ഇതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇമിറ്റേറ്റിങ് വരും. ഈ അഭിനയിച്ച് കാണിക്കുക അതുപോലെ തന്നെ വേണം എന്ന് വെച്ചാൽ നമ്മൾ കുറേയൊക്കെ അധികം നമുക്ക് നമ്മുടെ ഇതിലേക്ക് കയറും. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ നറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കുറച്ചുകൂടി ഫുൾ ഡീറ്റെയിൽ. വിനീതേട്ടനൊക്കെ അപ്പോൾ ഇവരുടെ ബെസ്റ്റ് സാധനം നമുക്ക് കിട്ടും ചിലപ്പോൾ. ഇവരുടെ കൂടെ ഇൻപുട്ട് വന്ന് എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചവരായിട്ടില്ലെങ്കിൽ നമുക്ക് പോയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാം. അതാണ് എനിക്ക് സൗകര്യമായിട്ട് തോന്നിയത്. കാരണം നമ്മളൊരു നല്ലൊരു അഭിനേതാവല്ല. അപ്പോൾ അതുപോലെ ഇവരോട് ചെന്ന് പറയുന്ന പോലെ നമുക്കിങ്ങനെ വേണ്ട. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവർ പാട്ടിൻ്റെ സമയം തൊട്ട് ഇങ്ങോട്ടേക്കെല്ലാം നമ്മൾ നല്ല കഴിവുള്ളവരാണല്ലോ നിർത്തുന്നത്. തീരെ ബോധമില്ലാത്തവരെല്ലാം നമ്മൾ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ബോധമുള്ളവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കുക. നിയാസിക്കയുടെ ക്യാരക്ടർ ശരിക്കും ഭയങ്കര ആ വോയിസ് മോഡുലേഷൻ അടക്കം ഭയങ്കര എനിക്ക് ഇത് പറഞ്ഞാൽ നമ്മൾ നിയാസിക്കയോട് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഭയങ്കര എനിക്ക് പിന്നെ ഒരു ഡയറക്ടർ ആയിക്കോട്ടെ അല്ല കോ ആർട്ടിസ്റ്റാണ് ഇവരൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പുള്ളിയുടെ വശത്തു നിന്നുള്ള കുറേ സജഷൻസ് ഇങ്ങോട്ട് വരാനുണ്ട്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ സിനിമയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പോലും കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഓഫ് റോഡ് യാത്രയുണ്ട്. ഇത് മറ്റേ ജീപ്പിനകത്ത് നമുക്ക് ഡയറക്ടർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവരെ വിശ്വാസം അർപ്പിക്കുന്ന ഇവരെ കൂടിയിട്ട് അത് ചെയ്തോളൂ, നന്നായിട്ട് ചെയ്തോളൂ എന്നുള്ള ഇതിൽ ചെയ്യണം. അത് ഞാൻ എഴുതി കൊടുക്കുന്ന ഡയലോഗാണ്. സ്ക്രിപ്റ്റ് നമ്മളുടെ ആയതുകൊണ്ട് ഇത് ഫുള്ളി ഇരുന്ന് വായിക്കും. അപ്പോൾ നിയാസൊക്കെ കുറച്ച് ചോദിച്ചു, പിന്നെ നമുക്കിങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കും. ചിലത് പക്കയാണ്. നമ്മളൊരു പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റിൽ കണ്ടതിനേക്കാളും നല്ല രീതിയിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. വാട്ട് നെക്സ്റ്റ് എന്നുള്ള പരിപാടികൾ ചോദിച്ചു തുടങ്ങിയായിരിക്കും അടുത്ത പരിപാടി സത്യം പറഞ്ഞൊരു ചോദിക്കും. എനിക്കറിയാം ഓൾറെഡി ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഇരിപ്പുണ്ട്, സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ അല്ല ഇത് ഈ ഒരു പാറ്റേൺ അല്ല. അത് ഞാൻ കോവിഡ് ടൈമിൽ എഴുതിയൊരു കഥയാണ്. ആക്ടർ നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ കൂടി ഇങ്ങനെ നിർത്തല്ലോ. അങ്ങനെ നമ്മൾ മനസ്സ് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ കണ്ടിട്ട് അത് ഞാൻ നമ്മൾ ഇതിൻ്റെ റിലീസിന് ശേഷം മാത്രമേ കാരണം ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഇരിക്കുന്നതിന് കാല് ഇതിൻ്റെ താഴത്തിന് ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും ജാട കണ്ടോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. അപ്പോൾ അതിനുശേഷം പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വരും വരായികളെ കുറിച്ചൊക്കെ ഉള്ള ഇതൊക്കെ വരട്ടെ. പൊതുവെ റിലീസ് ദിവസങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ പൊതുവെ ഉണ്ടാവാറുള്ളത്? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു ടെൻഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻസ് കാര്യങ്ങൾ കുറവാണ്. ഈ മലർവാടി ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര ടെൻഷൻ. കാരണം എനിക്കൊന്നും തലത്തിന് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. SLCയുടെ റിസൾട്ട് വരണമെന്ന് പോലും അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. വീട്ടുകാരൊക്കെ ആയിട്ടാണോ പോയ മലർവാടിയാണോ? ഇല്ല, ഞങ്ങള് ഫസ്റ്റ് ഷോ ഇവിടെ എറണാകുളത്തായിരുന്നു. എൻ്റെ നാട് കോട്ടയം വെച്ചൂരാണ്. അപ്പൊ അവിടുന്ന് അവർക്കെത്താൻ പറ്റില്ല, അവരവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നാട്ടിൽ പോയി കണ്ടു.
എങ്ങനെയായിരിക്കും ആ റിലീസ് ദിവസം എന്നുള്ള കുറച്ച് ശാന്തമായിരിക്കും? വരാതിരിക്കുന്നല്ലേ ഉള്ളൂ. റിലീസിന്റെ തലേദിവസം വരാതിരിക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴേ ടെൻഷൻ വരുന്നതൊക്കെ വെച്ച് കാണാം. പിന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ് ഒന്നും എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. വരുന്നതൊക്കെ വെച്ച് കാണട്ടെ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ്. നീ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട എന്ന് പറയുന്നവരാണ്. അതിന് വലിയ ആശ്വാസമല്ലേ. കാരണം അവർക്ക് അങ്ങനെ വലിയ ബിസിനസ് ലെവലിൽ ചിന്തിച്ചിട്ട് അങ്ങനെ ഇതല്ല. ഒരു സിനിമ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്യുക, കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് അവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ആകെ മൊത്തം നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും ഇതുവരെ കണ്ടവരൊക്കെ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജനുവരിയിൽ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഓഫ് റോഡ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങളുടെ കരിയറിനും ഈ പറഞ്ഞ ഓഫ് റോഡ് വലിയൊരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു സോ മച്ച്.